മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് അപകടം, നിരവധി പേർക്ക് പരിക്കേറ്റു. അമൃത് സ്നാനത്തിനിടെയാണ് അപകടമുണ്ടായത്. ഇതോടെ ചടങ്ങുകൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും തൗബ മാഹിൻ ചേരുന്നുണ്ട്. തൗബ, എനിക്ക് തോന്നുന്നു വലിയ തരത്തിലുള്ള പങ്കാളിത്തമാണ് ഇത്തവണ UP സർക്കാർ ഉൾപ്പെടെ അവകാശപ്പെടുന്നത്. അതിനിടയിലാണ് തുടരെ അപകടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഗൗതം, മഹാകുംഭമേളയ്ക്കിടെ വീണ്ടും അപകടമുണ്ടായിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെ ആയിരുന്നു അപകടം. അതായത് ഇന്ന് മൗനി അമാവാസി ദിവസമാണ്. മഹാകുംഭമേളയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. ഈ ദിവസത്തിൽ അമൃതസ്നാനത്തിൽ അതായത് ത്രിവേണി സംഗമത്തിൽ മുങ്ങുന്നതിനായി ധാരാളം വിശ്വാസികൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 5 കോടി വിശ്വാസികൾ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു എന്നാണ് UP സർക്കാർ വ്യക്തമാക്കുന്ന കണക്ക്. ഏകദേശം 10 കോടിയോളം ആളുകളെയാണ് ഈ ദിവസം UP സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ കോടിക്കണക്കിന് ആളുകൾ എത്തിയിരുന്ന ഒരു ചടങ്ങായിരുന്നു. ഇതിനിടെ തിക്കും തിരക്കും രൂപപ്പെട്ടതിനെ തുടർന്നാണ് അപകടമുണ്ടായിരിക്കുന്നത്. അതായത് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലേക്ക് ആളുകൾ ബാരിക്കേഡുകൾ തകർത്ത് ഇടിച്ചു കയറുകയായിരുന്നു. ഇതോടുകൂടി ഈ ബാരിക്കേഡുകൾ തകർത്ത് കയറിയതോടുകൂടി വലിയ രീതിയിലുള്ള തിരക്കുകൾ രൂപപ്പെടുന്നു. ഇതിനിടെ കുറച്ചധികം സ്ത്രീകൾ ബോധരഹിതരായി വീഴുകയായിരുന്നു. ഇതോടുകൂടി വലിയ രീതിയിലുള്ള തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടത്. തുടർന്നാണ് വലിയ രീതിയിലുള്ള അപകടം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുറഞ്ഞത് 15 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാകുമെന്നാണ് ആശുപത്രി അധികൃതരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 50ഓളം പേരെങ്കിലും പരിക്കേറ്റിട്ടുണ്ട്. അവരെയൊക്കെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇതിൽ 30ഓളം പേർ സ്ത്രീകളെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇപ്പോൾ യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇപ്പോൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. സഹായങ്ങളെല്ലാം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇപ്പോൾ സഹായങ്ങൾ അടിയന്തര ദുരിതാശ്വാസ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണാവിധേയമാണ്. ശരി, എന്തായാലും ഈ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പോലും 44 കോടി തീർത്ഥാടകരെയാണ്, സന്ദർശകരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നതെന്നാണ് UP സർക്കാർ നൽകുന്ന വിശദാംശം. ഈ 44 കോടി ജനങ്ങൾ ഈ മഹാകുംഭമേളയ്ക്ക് എത്തുമ്പോൾ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കും? ബാരിക്കേഡുകൾ മാത്രം അണിനിരത്തിക്കൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രം മതിയോ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് അവിടെ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ വീണ്ടും അപകടമുണ്ടായിരിക്കുന്നു. പുലർച്ചെ 2 മണിയോടുകൂടി മഹാസ്നാനത്തിനിടയിലാണ് അപകടമുണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൗബ മാഹിനാണ് വിശദാംശങ്ങൾ നൽകിയത്.